ഹായ് ഗൈസ്, പരസ്പരം വിശ്വസിക്കുക, പരസ്പരം വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് നല്ല രീതിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അതിനെ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. അതുകൊണ്ട് തന്നെ ലൈഫിൽ ട്രസ്റ്റ് മാക്സിമം കീപ്പ് ചെയ്യാനായിട്ട് നോക്കണം, അത് നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല. ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നൊരു കാര്യമാണിത്. എങ്കിലും പല ആളുകളും ഈ കാര്യം അത്ര സത്യസന്ധമായിട്ട് ചെയ്യാറില്ല. തമാശ രൂപത്തിലൊക്കെ തുടങ്ങുന്ന ചില ബന്ധങ്ങൾ, വെറുതെ ഒരു രസത്തിന് തുടങ്ങുന്ന ചില ബന്ധങ്ങൾ അവർ ലൈഫ് ലോങ് ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് പോകും. സ്വന്തം പാർട്ട്ണർ ഇത് അറിയുന്നില്ല, അല്ലെങ്കിൽ ഇതവരറിയില്ല എന്ന വിശ്വാസത്തിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടായിരിക്കും പലരും ഇങ്ങനെയുള്ള റിലേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെയൊക്കെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ, ബോയ്സ് ആയിക്കോട്ടെ ഗേൾസ് ആയിക്കോട്ടെ, ആ ഒരു സർക്കിളിനകത്ത് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ആൾക്കാർ എന്തായാലും ഉണ്ടാവും. റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ മാരേജ് ഒക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ പോകുന്ന ഒരു റിലേഷനായിരിക്കും. എങ്കിലും അവർക്കിടയിൽ അവർ പോലും അറിയാതെ മൂന്നാമതൊരാളുണ്ടാവും. വെറുതെ ഒരു രസം അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ്, ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ എനിക്കിതുണ്ട് എന്ന് പറയുമ്പോഴുള്ള ഒരു രസം, ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നു, ഞാൻ വെറുതെ തമാശയ്ക്ക് ഫോൺ വിളിക്കുന്നു, സംസാരിക്കുന്നു. രണ്ടുപേരും പരസ്പരം ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും കമ്മിറ്റഡ് ആയിരിക്കാം, മാരേജ് കഴിഞ്ഞവരായിരിക്കാം. അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു ഹൈഡ് ചെയ്തുകൊണ്ട് വെക്കുന്ന ഒരു കാര്യമാണ്. രണ്ടുപേർക്കും പരസ്പരം അറിയാം ഇത് അറിഞ്ഞാൽ പ്രശ്നമാവും, അത്രയും സെക്യൂറായിട്ട് നമ്മൾ കൊണ്ടുപോയ നമ്മുടെ ലൈഫ് നശിക്കും എന്നൊക്കെ ഉള്ളത് അറിയും. എങ്കിലും അറിയില്ല എന്ന ഒരു വിശ്വാസത്തോടു കൂടി അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു തെറ്റാണത്. അറിയാതെ പറ്റുന്ന ഒരു തെറ്റിൻ്റെ കൂടെ ഒരിക്കലും നമുക്ക് ഇങ്ങനെ പറയുന്ന ഒരു കാര്യത്തിനെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒന്നാണ്, നമുക്കിടയിലുള്ള പല ആളുകളും ചെയ്യുന്ന ഒന്ന്. ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന വിശ്വാസത്തിൽ വെറുതെ ഒരു രസത്തിന് സ്വന്തം പാർട്ട്ണറെ പറ്റിക്കുക. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര മോശമായ കാര്യമാണ് അത് എന്ന്. കാരണം നിങ്ങളെ മാത്രം വിശ്വസിച്ച് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ ഓപ്പോസിറ്റ് ഉണ്ടാവുക. അവർ നിങ്ങളെ അത്രയും ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഒരിക്കലും അവർ നിങ്ങളെ സംശയിക്കാണ്ട് നിങ്ങൾക്ക് അത്രയും ഫ്രീഡത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ കാണിക്കാൻ വേണ്ടി, വെറുതെ തമാശയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ബന്ധങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക, അവരും നിങ്ങളെ ഇതുപോലെ പറ്റിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് ആ ഫീലിങ്സ് എന്ന്. പറ്റിക്കാൻ എളുപ്പമാണ് മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം ഇന്ന് അതിനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പക്ഷേ നമുക്കെല്ലാവർക്കും ഉള്ളിലൊരു മനസ്സാക്ഷി എന്ന് പറയുന്നുണ്ട്. ഇനി എത്ര ജോക്കാണെങ്കിലും എത്ര തമാശയാണെങ്കിലും ആ വിശ്വാസവഞ്ചന അതല്ലെങ്കിൽ ആ ട്രസ്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർത്തോളൂ, തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ലൈഫിൽ വലിയൊരു ലോസ്റ്റ് ഉണ്ടാകും. എല്ലാ ലൈഫിൽ തമാശയല്ല എന്ന് ഓർത്താൽ അവർക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ എത്തിപ്പിക്കും. ബൈ ബൈ.